ആളുകൾ അവർക്ക് പെട്ടെന്നുള്ള മരണം അപകടമാണ്. അതേ സമയത്ത് എല്ലാ ബാധ്യതകളും നിർവഹിച്ച് എല്ലാം ക്ലിയറായി നിൽക്കുന്ന ആളുകൾ അവർ ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഒന്ന് സ്വന്തം നാട്ടിലാണ്, എട്ടിക്കുളത്താണ്. അത് കഴിഞ്ഞിട്ട് കാസർഗോട്ടിലെ ജാമിഅ സഅദിയ അറബിയ സ്ഥാപനത്തിൽ കൊണ്ടുപോയി. അവിടെയും വൻ ജനാവലിയോടുകൂടെ ജനാസ നിസ്കാരം നടക്കുന്നു. അവിടുന്നതാ ഉള്ളാളത്തേക്ക് മംഗലാപുരത്ത് ഉള്ളാൾ ദർഗയിൽ കൊണ്ട് മഖാമിന്റെ പരിസരത്ത് കൊണ്ടുവരുന്നു. ആ ഉള്ളാളിലല്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫുൽ മദനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ അന്തിയുറങ്ങുന്നത്. അവിടെ കൂറത്ത തങ്ങളുപ്പാപ്പാന്റെ ബാപ്പാന്റെ മുറിയുണ്ട് ഉള്ളാളത്ത്. ആ മുറിയിലോട്ട് മഹാനവരുകളുടെ ജനാസ കൊണ്ടുവന്നു. അവിടെയല്ലേ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ ആ ജനാസയെ വരവേൽക്കുന്നത്. ആ സമയത്ത് സാധുവായ ഞാനും അവിടെ പരിസരത്തുണ്ടായതുകൊണ്ട് ഉള്ളാളത്ത് വെച്ച് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ജനാസ കാണാനും ആ നെറ്റിത്തടത്തേക്കൊരു മുത്തം കൊടുക്കാനും അവസരം കിട്ടിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ചിലപ്പോൾ ആഖിറം രക്ഷപ്പെടാൻ, അതുപോലെ ഞങ്ങളൊന്ന് നന്നാകാൻ അത് കാരണമായെങ്കിലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു പോയി. ഇരിക്കട്ടെ, അവിടുന്ന് വലിയ വൻ ജനാവലിയോടുകൂടെ ജനാസ നിസ്കാരം നടക്കുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കർണാടകയിലെ പുത്തൂർ പരിസരത്ത് കൂറ എന്ന പ്രദേശം, ഒരു കാലത്ത് കാട് പ്രദേശമാണ്, പച്ചപ്പിടിച്ച പ്രദേശമാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പോകുന്നത്, അവിടെ നേതൃത്വം നൽകുന്നത്. ആ സ്ഥലത്ത് തങ്ങളുപ്പാപ്പാന്റെ സ്വന്തം സ്ഥലത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാ ഇന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ എത്ര ആളുകളാണ് മഹാനവരുകളുടെ ജനാസ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടിയത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കുക. ഈ 4 സ്ഥലങ്ങളിലായി നടന്ന ജനാസ നിസ്കാരം അതെല്ലാം ഒരൊറ്റ സ്ഥലത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നോ? പിടുത്തം വിടുമായിരുന്നില്ലേ? ആ തങ്ങളുപ്പാപ്പ അവിടുന്ന് വഫാത്തായപ്പോൾ ഇത്രയെല്ലാം ആളുകൾ ഒരുമിച്ചുകൂടി. എന്തുകൊണ്ട്? ബാപ്പയും ഉമ്മയും അത്രയും കണ്ട് ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവന്നതുകൊണ്ടാണ്. അവിടുന്ന് മന്ത്രത്തിന് വലിയ മഹത്വമായിരുന്നു. അവിടുന്ന് എന്തു കൊടുത്താലും വലിയ ബറക്കത്തായിരുന്നു. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് വാദിന് ചെന്നപ്പോ കണ്ണൂരിൽ വെച്ച് SSFന്റെ ഗോൾഡൻ 50 സമ്മേളനം നടന്നു. നിങ്ങൾക്കറിയാലോ, കണ്ണൂരിൽ വെച്ചല്ലേ നടന്നത്. ആ ഗോൾഡൻ 50 സമ്മേളനത്തിന് കോടികളാ ചെലവ് എന്നാ പറഞ്ഞേ. അപ്പോ ആ ചെലവിന് ബറക്കത്തിന് വേണ്ടി സംഘാടകർ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ കയ്യിൽ നിന്നൊരു സംഭാവന വാങ്ങി. ബറക്കത്തിന്, അതൊരു ബറക്കത്തിന്റെ. അപ്പോഴേക്കുണ്ട് സംഭാവനക്ക് പാട്ടം പിടിച്ച് നിൽക്കുകയാണ്, അവിടെ ബക്കറ്റും പിടിച്ച്. അവിടെ എവിടേക്ക് അത് വേഗം കൊടുക്കാൻ ഞാനിപ്പോ നിർത്തി. ഇവിടെ എന്നിട്ട് ബിസ്മില്ലാ ഒക്കെ ഇട. നല്ല നിയത്തോടുകൂടെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, അല്ലാഹു എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനും ഇടട്ടെ. ഇനിയിപ്പോ ഈ വാള് കേൾക്കണ ആളുകള് നിങ്ങളൊക്കെ നല്ലവരാണ്, എന്നാലും ഏതെങ്കിലും ചിലപ്പോ ആരെങ്കിലും ഒന്ന് പറയൂ. എന്ത് പറയുന്നറിയോ? ബക്കറ്റ് വന്നപ്പോ മൂപ്പർ ഇട്ടിട്ടില്ല, മറ്റുള്ളവരൊക്കെ ഇടാൻ പറഞ്ഞിട്ടുള്ളൂ, മൂപ്പർ ആള് പറഞ്ഞു പോയി എന്ന് പറയും. അപ്പൊ എന്തിനിപ്പോ ആരാന്റെ മനസ്സ് കേടുവരുത്തുന്നതല്ലേ ഞങ്ങള് കാരണമായിട്ട്. അതിപ്പോ ക്ലിയർ ആയില്ലേ? ചിലപ്പോ ഇട്ട നോട്ടായിരിക്കും നോക്കുക അല്ലെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞത് അപ്പൊ അത്രയും ചെലവഴിച്ചിട്ടാണ് വലിയ സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടന്നത്, SSFന്റെ ഗോൾഡൻ 50 സമ്മേളനം. ആ സമ്മേളനം നടന്നപ്പോ ബറക്കത്തിന് സംഭാവന വാങ്ങിയത് സംഘാടകർ എന്നോട് പറഞ്ഞ തങ്ങളുപ്പാപ്പാന്റെ കയ്യിൽ നിന്നാണ്. ഒന്നും കടങ്ങളില്ലാതെ
സമ്മേളനം വളരെ ഗംഭീരമായി വിജയിച്ചു. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ആ പൈസ അതുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവസാനം ഒരാൾക്ക് മാത്രം പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ആ പൈസ അയാൾക്ക് കൊടുക്കുമ്പോൾ തങ്ങളുപ്പാപ്പാന്റെ ഈ പൈസ അതിൽ ചേർത്തിയിട്ട് അങ്ങ് അവസാനം അയാൾക്ക് കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു. അവസാനം വരെ ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിരുന്നു. വലിയ ബറക്കത്തുള്ള കൈയാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളിക്കളയുന്ന ആളുകൾക്ക് തള്ളിക്കളയാം. നമുക്കൊക്കെ അതിൽ വിശ്വാസമുള്ള ആളുകളല്ലേ നമ്മള്, അപ്പൊ നമുക്കതിൽ വിശ്വസിക്കാലോ. അത് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകും. സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമില്ലാത്ത ആളുകള്, അവർക്ക് നിഷേധിക്കാം. അതേ സമയത്ത് ഞങ്ങൾ അങ്ങനെയല്ല, നമുക്കതിൽ വിശ്വാസമുണ്ട്, അനുഭവിച്ചവരാണ്. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോൾ എത്ര ആളുകളാണ് ഒരുമിച്ചു കൂടിയത്? പറയട്ടെ, ഞാൻ മരിച്ചാൽ അത്രയും അല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ എന്റെ മയ്യത്തിന്റെ പരിസരത്ത് കാണണം എന്ന് ചിന്തിക്കാത്ത SSFന്റെ പ്രവർത്തകനുണ്ടോ? ചിന്തിക്കാത്ത SYS-കാരനുണ്ടോ? ചിന്തിക്കാത്ത മുസ്ലിം ജമാഅത്തുകാരനുണ്ടോ? SSF-കാരന്റെ ഉമ്മയുണ്ടോ? അതേ ഉമ്മാമ്മമാരുണ്ടോ? ദീനീ ബോധമുള്ള നല്ലവരായ മോമിനീങ്ങളുണ്ടോ? ഉമ്മമാരുണ്ടോ? സഹോദരിമാരുണ്ടോ? മരിക്കുമ്പോൾ ഒരു നല്ല വിലാസം ലഭിക്കണം. ഇപ്പൊ വിലാസം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, ഒരു നല്ല വിലാസം ലഭിക്കേണ്ടത് മരിച്ചു കിടക്കുമ്പോഴാണ്. അത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ആ മയ്യത്തിനെ ആഗ്രഹിച്ചു കൊതിച്ച് ആളുകൾ ഒരുമിച്ചു കൂടണം. ഇന്നും തങ്ങളുപ്പാപ്പാന്റെ കൂറത്ത് ഖബറിന്റെ പരിസരത്ത് മുറിയാതെ സിയാറത്ത് നടക്കുന്നു. എത്ര ആളുകളാണ് അവിടെ ഒരുമിച്ചു കൂടുന്നത്? എന്തുകൊണ്ടാണ്? ജീവിതം നല്ല ജീവിതമാകണം. ഉമ്മാ പടച്ച റബ്ബിനെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിച്ചാൽ അതിലുള്ള നേട്ടം അല്ലാഹു തആല മരണസമയത്ത് കാണിച്ചു തരുന്നു. മരിക്കുന്ന സമയം കാണിച്ചു തരുന്നു. എത്ര മഹാ